ജാതി വിവേചനങ്ങളാൽ ഇരുട്ടുമൂടിക്കിടന്ന ഒരു കാലഘട്ടത്തിൽ വേദം പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല ഏത് സ്ത്രീക്കും പുരുഷനും അർഹതയുണ്ട് എന്ന വിപ്ലവ പ്രഖ്യാപനം നടത്തിയ നവോത്ഥാന നായകനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ഹിന്ദുമത പുനരുദ്ധാരണത്തിന്റെ മാർഗദർശിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന വിദ്യാധിരാജ തീർത്ഥപാദ സ്വാമികൾ. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ്യ ആധിപത്യത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. സ്ത്രീപുരുഷ സമത്വവാദവും സാർവത്രികമായ വിദ്യാഭ്യാസത്തിനുമുള്ള ആഹ്വാനവും അദ്ദേഹം സമൂഹത്തിന് നൽകി. പഠനകാലത്ത് ചട്ടമ്പി അഥവാ മോണിറ്റർ ആയിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അനൗപചാരികമായി മാത്രം വിദ്യ അഭ്യസിച്ച അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മതം, തത്വശാസ്ത്രം, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടി. അതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരനായെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. തൈക്കാട് അയ്യാസ്വാമികളെ പോലെയുള്ള പണ്ഡിതരുടെ ശിഷ്യനായി വേദാന്ത പഠനം നടത്തി. പിന്നീട് ക്രൈസ്തവ മുസ്ലിം വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അവഗാഹം നേടി. ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യത തുറന്നു കാട്ടിയെഴുതിയ വേദാധികാര നിരൂപണം അത്തരത്തിൽപ്പെട്ട മലയാളത്തിലെ ആദ്യ കൃതിയായി കണക്കാക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ വിവേചനങ്ങൾക്കടിമപ്പെട്ട, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സമൂഹത്തിന്റെ അടിത്തട്ടിൽ നരകിച്ച സമൂഹങ്ങളെ തങ്ങൾ മഹത്തായ ഒരു പാരമ്പര്യത്തിന് ഉടമകളാണെന്നും സമൂഹത്തിൽ തുല്യസ്ഥാനവും അവസരങ്ങളും തങ്ങളുടെയും അവകാശങ്ങളാണെന്നും പഠിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. ദക്ഷിണേന്ത്യയിൽ പര്യടനം നടത്തിയപ്പോൾ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കാണുകയും ചിന്മുദ്രയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. താൻ കേരളത്തിൽ കണ്ട ഗണനീയ വ്യക്തികളിൽ ഒരാളെന്ന് വിവേകാനന്ദൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കേരളത്തെ ഭ്രാന്താലയത്തിൽ നിന്നും നവോത്ഥാനത്തിലേക്ക് നയിച്ചവരിൽ പ്രഥമഗണ്യനാണ് ചട്ടമ്പി സ്വാമികൾ. മഹാപ്രഭുവും സർവജ്ഞനും പരിപൂർണ കലാനിധിയുമായി ശ്രീനാരായണ ഗുരുദേവൻ വിശേഷിപ്പിച്ച ഋഷിതുല്യനായ നവോത്ഥാന നായകന് പ്രണാമമർപ്പിക്കുന്നു.